ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റൈൽ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോണത് നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ ഒരു ക്ലീനപ്പ് ചെയ്യാം, അത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് ഒരു ക്ലീനപ്പ് ചെയ്യാമെന്നാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റെപ്സിലേക്ക് പോകാനായിട്ട് മുമ്പ് എന്താണ് ഈ ക്ലീനപ്പ് നമ്മുടെ ഫേസിലേക്ക് തരിക എന്ന് പറയാം. ആദ്യം തന്നെ ക്ലീനപ്പ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഉണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. ഈ ക്ലീനപ്പ് കൊണ്ട് നമ്മുടെ ഫേസ് കുറച്ചുകൂടി റിഫ്രഷ് ആവും. അതുപോലെ ഡേർട്ട്, ഇമ്പ്യൂരിറ്റീസ്, ഓയിൽ, സ്വെറ്റൊക്കെ ഓവറായിട്ട് നമ്മുടെ ഫേസ് നെക്കിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിൻസ് ഓഫ് ചെയ്ത് കളയും. പിന്നെ അടുത്തൊരു ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോഗ്ഡ് പോഴ്സൊക്കെ, എസ്പെഷ്യലി ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് പോഴ്സൊക്കെ ക്ലോഗ്ഡ് ചെയ്തിരിക്കും, ഓയിൽ, സെബം, ഡേർട്ടൊക്കെ ആയിട്ട്. അതൊക്കെ ഒന്ന് റിൻസ് ഓഫ് ചെയ്ത് ഫേസ് ഫുള്ള് റിഫ്രഷ്ഡ് ആയിട്ട് ക്ലീനായിട്ട് കിട്ടാനായിട്ട് ക്ലീനപ്പ് നന്നായിട്ട് സഹായിക്കും. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമുക്കറിയാം നമ്മൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യാറുണ്ട്. അത് പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ കുറച്ച് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടും കൂടി ക്ലെൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ക്ലെൻസിങ്. പിന്നെ ടോണിങ്, കാരണം ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോൾസൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ടാവും, അത് ഷ്രിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് ടോണർ സഹായിക്കും. പിന്നെ പറയുന്നത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും കാരണമാവും. സോ അതിനായിട്ട് നമ്മൾ പ്രഷർ കൂട്ടിയിട്ടാണെങ്കിൽ സ്പീഡ് കുറയ്ക്കുക, സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിൽ പ്രഷർ കുറയ്ക്കുക, വൈസോ വേഴ്സ. ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് വെച്ചാൽ അത് അനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിങ് ആണ്. സ്റ്റീമിങ് ഇപ്പോൾ സ്റ്റീമർ ഇല്ലാത്തവർക്ക് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ടായാലും നമുക്ക് സ്റ്റീം ചെയ്യാം, അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോൾഡ് കംപ്രഷൻ ഞാനിവിടെ ഒരു വേറെ രീതിയാണ് ചെയ്യണേ. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ടവൽ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടായാലും ടവൽ നിങ്ങൾക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. ഒരാൾസ് ഉള്ള വേറൊരു ടിപ്പാണ് ഞാൻ കോൾഡ് കംപ്രഷനിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഹോട്ടും കോൾഡ് കംപ്രഷനാണ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കാരണം ഇത് മാൻഡേറ്ററി അല്ല, ഇത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം ചിലവർക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെ ഈ രണ്ട് സ്റ്റെപ്സും സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. അധികം ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. പക്ഷേ ചെയ്താലും ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. പിന്നത്തെ കാര്യമാണ് ഫേസ് പാക്ക് നമ്മളിടും, നമ്മൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആണ്. സോ അതിനായിട്ട് ഞാൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോഫി പൗഡർ ശരിക്കും നമ്മുടെ സ്കിന്നൊന്ന് കുറച്ചുകൂടി ഈവൻ ടോൺ ആക്കാനും നമ്മുടെ ഷെയ്ഡ് കുറച്ചുകൂടി ലൈറ്റർ ആക്കാനും സഹായിക്കുന്ന ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സിലും ഞാൻ കോഫി പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും. ക്ലീനപ്പ് നമുക്ക് എത്ര ദിവസം ഇടവിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ് ക്ലീനപ്പ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്സിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളോട് ചെയ്യണത് ക്ലെൻസിങ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെൻറ്റീവ്സിൻ്റെ ഫേസ് വാഷാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ക്ലെൻസിങ് ചെയ്യണതിന് കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ ടോട്ടൽ ഒരു 5 to 6 സ്റ്റെപ്സ് ഉണ്ട്. സോ അത് നിങ്ങൾ 3 times വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലോണം എഫക്റ്റീവ് ആവും സ്കിന്നിൽ. അത് കഴിഞ്ഞിട്ടൊരു 2 minutes ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ സ്റ്റെപ്സൊക്കെ നല്ല സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടോണിങ് ആണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ടോണർ യൂസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോഫി പൗഡർ 1 tablespoon, 1 tablespoon ഓഫ് ഹണി ആൻഡ് 1 tablespoon ഓഫ് ഷുഗറാണ്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിൽ നെക്കിലായിട്ട് ഓൾ ഓവർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് സ്ക്രബിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റെപ്സാണ്. ആദ്യം തന്നെ നമുക്ക് നെക്കിന് തുടങ്ങാം. എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കാര്യം സർക്കുലർ മോഷനിലുള്ള സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നെക്കിന്നായാലും ചിന്നിന്നായാലും ലിപ്പിൻ്റെ അവിടെ ആയാലും, അത് കഴിഞ്ഞിട്ട് നോസ് ആയാലും, അത് കഴിഞ്ഞിട്ട് ഫോർഹെഡ് ആയാലും
പിന്നെ അവിടെ നേരെ ചീക്സ് ആയാലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സർക്കുലർ മോഷൻ ആവുക, അതുപോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള മോഷൻസ്, എന്നാലാണ് ശരിക്കും ഡേർട്ട് ആൻഡ് ഇമ്പ്യൂരിറ്റീസൊക്കെ ഒന്ന് പോവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോഫി ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് റബ് ചെയ്യാണ്. ഈ സ്റ്റെപ്പിനായിട്ട് മുമ്പ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് സ്റ്റീമിംഗ് ആയിട്ട്. സോ ഞാൻ സ്റ്റീമിംഗ് ഇവിടെ കാണിച്ചിട്ടില്ല. സ്റ്റീമിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് ഓൾ ഓവർ റബ് ചെയ്യാം. ഇത് ആക്ച്വലി നമ്മൾ കോൾഡ് കംപ്രഷനിൽ വരുന്ന ഒരു സ്റ്റെപ്പാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള ഈ ഒരു ക്യൂബ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കോഫി പൗഡർ മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഹണി, പിന്നെ വാട്ടർ. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്താൽ മതി. ഇതുകൊണ്ട് റബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ അണ്ടർ ഐയിലത്തെ പഫിനെസ്സും ഒക്കെ മാറി കിട്ടുന്നതാണ്. നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫേസ് പാക്ക്. സോ ഞാൻ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണിയാണ്. ഈ ഒരു 3 മിക്സ്ചർ ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ കുറച്ചുകൂടി ഈവൺ ആക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഷെയ്ഡ് കുറച്ചുകൂടി ലൈറ്ററാക്കും. ശരിക്കും ഒരു ഓൾ ഓവർ ഒരു ബ്രൈറ്റനിങ് സ്കിൻ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 15 to 20 മിനിറ്റ്സ് ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ പാക്ക് റിമൂവ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ്. ഇതൊരു മസ്റ്റ് സ്റ്റെപ്പാണ് ഗൈസ്, ബിക്കോസ് നിങ്ങളിത് നൈറ്റ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ മാത്രം. ഇൻ കേസ് നിങ്ങളിത് ഡേ ടൈമാണ് ഈ റൂട്ടീൻ ചെയ്യണമെന്ന് വെച്ചാൽ SPF കൂടി ഇടുക. കാരണം ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലീനപ്പ് ചെയ്തതിന് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഇതൊരു മസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം നമ്മുടെ ആസിഡ് മാൻറ്റിൽ നമ്മളെല്ലാം ക്ലീനായി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ ശരിക്കുള്ള pH ലെവൽ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്യണം. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്താണ് ഞാൻ നെക്സ്റ്റ് എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ എന്നെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു ക്ലീനപ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. സോ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.